ബ്രേക്കിംഗ് ജിയോണ ജെയിംസ് ലോയേഴ്സ് കോൺഗ്രസ് അംഗമെന്ന രേഖ. ഹൈക്കോടതി യൂണിറ്റിലെ 2022 മെമ്പർഷിപ്പ് പട്ടികയിൽ ജിയോണയുടെ പേരുണ്ട്. KSU അധ്യക്ഷന് പിന്നാലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ അധ്യക്ഷനും ജിയോണയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ജിയോണ ജെയിംസിനെ ചൊല്ലിയാണ് അലോഷ്യസ് സേവറിന്റെ പ്രശ്നം. ലോയേഴ്സ് കോൺഗ്രസിന് അബ്ദുൾ റഹ്മാന്റെ പ്രശ്നം ജിയോണ ജെയിംസ് ആയിരുന്നു. പക്ഷേ ജിയോണ ജെയിംസിന്റെ പേര് ലോയേഴ്സ് കോൺഗ്രസിൽ ഉണ്ട്. 3-4 വർഷമായി അതിൽ അംഗമാണ് ജിയോണ. അത് അറിയാത്തവരാണോ ഈ രണ്ടുപേരും? ആര്യ, ഇപ്പോൾ പുറത്തു വരുന്ന രേഖ എന്ന് പറയുന്നത് ഹൈക്കോടതി അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ യൂണിറ്റ് കമ്മിറ്റി, ആ യൂണിറ്റ് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിലെ 137ാമത്തെ പേരുകാരിയാണ് ജിയോണ ജെയിംസ്. ആ പട്ടികയിൽ തന്നെ ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള PK അബ്ദുറഹ്മാൻ അടക്കമുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സംസ്ഥാന അധ്യക്ഷനായ PK അബ്ദുറഹ്മാൻ നേരത്തെ പറഞ്ഞത് ഈ ജിയോണ ജെയിംസിനെ തനിക്കറിയില്ല. ഈ വിവാദം വന്ന ശേഷം, അതായത് KSU ആണ് ഈ വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത്. ആ വിവാദം വന്നതിന് ശേഷം താൻ ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തനിക്ക് മനസ്സിലായത് അവർ ലോ കോളേജിൽ വെച്ച് SFIയുടെ സജീവ പ്രവർത്തകയായിരുന്നു എന്നാണ്. അവിടെ ആ സമയത്ത് പഠിച്ചിരുന്ന അഭിഭാഷകരടക്കം, ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോൾ നിൽക്കുന്ന അഭിഭാഷകരടക്കം അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട്, പക്ഷേ തന്റെ ശ്രദ്ധയിൽ അവർ വന്നിട്ടില്ല എന്നതായിരുന്നു അബ്ദുറഹ്മാന്റെ വാദം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ പ്രകാരം, അതായത് 2022 സംഘടനയുടെ, അതായത് ഹൈക്കോടതിയിലെ യൂണിറ്റ് കമ്മിറ്റിയാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ. അതിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ കോൺഗ്രസ് അനുഭാവമുള്ള അല്ലെങ്കിൽ ഈ സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ പട്ടിക പുറത്തു വന്നിരുന്നു. അതിൽ 415 പേരാണെന്ന് അംഗങ്ങളായി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമായി വോട്ടവകാശമുള്ളവരായിട്ട് ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അതിൽ 137ാമത്തെ പേരുകാരി ജിയോണ ജെയിംസ് തന്നെയാണ്. ആ രേഖകൾ പ്രകാരം അവർ ILCയുടെ മെമ്പറായിട്ട് വരുന്നു. പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ബിനിൽ: വഴിയിൽ കൂടി പോകുന്ന SFIക്കാരെയൊക്കെ ചുമക്കേണ്ട ബാധ്യത UDF സർക്കാരിനില്ല എന്ന്. അപ്പോൾ ലോയേഴ്സ് കോൺഗ്രസ് അംഗമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്നുള്ളത് വസ്തുതയാണ്. അതിന്റെ രേഖയാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ജിയോണ ജെയിംസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അലോഷ്യസ് സേവറിന് പരാതി ഉണ്ടായിരുന്നത്. അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ABVP-കാരനായ BJP നേതാക്കൾക്ക് വേണ്ടി വാദിക്കാൻ പോയ TS ശരത്ത് ഇതിലുണ്ട്. അതിൽ അലോഷ്യസ് സേവറിന് പ്രശ്നമില്ലേ? ആര്യ, ഇതിൽ ഈ ശരത്തിന്റെ കാര്യമെടുത്താൽ, ശരത്ത് ആലപ്പുഴയിൽ നിന്നുള്ള ഒരാളാണ്. ശരത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസുമായും യൂത്ത് കോൺഗ്രസുമായും ഒക്കെ തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് എന്നത് വ്യക്തമാണ്. അത് സംബന്ധിച്ച് ഇവിടെ വലിയ വിവാദങ്ങളൊന്നും ഹൈക്കോടതിയിലെ യൂണിറ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആർക്കും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ജിയോണ ജെയിംസിന്റെ കാര്യത്തിലാണ് പരാതി KSU ഉന്നയിച്ചത്. ആ പരാതിയെ പിന്തുണയ്ക്കുകയാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ചെയ്തത്. കാരണം ജിയോണയെ തനിക്കറിയില്ല, താൻ അന്വേഷിച്ചിടത്തോളം അവർ SFIക്കാരിയാണ്, അങ്ങനെയാണ് തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ആ സംഘടനയുടെ ഹൈക്കോടതിയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ വോട്ടർ പട്ടിക, 2022 വോട്ടർ പട്ടിക എടുത്താൽ അതിൽ ജിയോണ ജെയിംസ് ഒരു അംഗമായി ഉണ്ട് എന്നതാണ്. അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അറിയാത്ത ആളായി ജിയോണ ജെയിംസ് ഇതിൽ തുടരുന്നു എന്നത് എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ അറിയുന്നില്ല? തൻ്റെ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട യൂണിറ്റാണ് ഹൈക്കോടതി യൂണിറ്റ്. ആ ഹൈക്കോടതി യൂണിറ്റിലെ അംഗത്തെ എന്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ അറിയുന്നില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹവും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ PK അബ്ദുറഹ്മാനും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജിയോണ ജെയിംസ് ഉൾപ്പെടുന്ന അതേ വോട്ടർ പട്ടികയിൽ അദ്ദേഹവും ഹൈക്കോടതി യൂണിറ്റ് കമ്മിറ്റിയിലെ ഒരു അംഗമായി നിലനിൽക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം തനിക്കെതിരെ അറിയില്ല എന്ന് പറയുന്നത്. അത് വ്യക്തിപരമായ അറിവ് പ്രശ്നമാണോ അതോ രാഷ്ട്രീയമായ പ്രശ്നങ്ങളാണോ എന്നറിയില്ല.